എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കാലാവസ്ഥ വളരെ മോശമായി തുടരുകയാണ്. കനത്ത മഴ കേരളത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5ഇടത്ത് ഓറഞ്ച് അലർട്ടുണ്ട്. നാളെ 3ഇടത്ത് ഇടുക്കിയിലും ഒപ്പം തന്നെ പാലക്കാടും മലപ്പുറത്തും അതിതീവ്ര മഴ പ്രവചിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വലിയ മുന്നറിയിപ്പുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന കരുതലുകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ചാനലുകളിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. ഈ അപകട മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ ഒഴിവാക്കുക, കഴിവതും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. എന്തായാലും വലിയൊരു കാലാവസ്ഥ മാറ്റം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇനി 4-5 ദിവസം ആ രീതിയിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവത്തിൽ, അതിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷണം നടത്തുകയാണ്. SITയോട് കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഓരോ സമയത്തും ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ നൽകണം എന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശപ്രകാരം ഇന്ന് SIT ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. കോടതി ഇന്ന് വളരെ സുപ്രധാന തീരുമാനങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു. ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണത്തിനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വർണം കട്ടവർ മാത്രമല്ല, ഈ കളവിന് ഗൂഢാലോചന നടത്തിയവർ, അതിന് പിന്നിലുള്ള എല്ലാവരും കുടുങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഒരു വിപുലമായ അന്വേഷണത്തിനാണ് SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ SIT ഇന്ന് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അസാധാരണമായ ചില നടപടികൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതീവ രഹസ്യമായാണ് കോടതി ഈ റിപ്പോർട്ട് പരിശോധനയ്ക്ക് എടുത്തത്. ആ സമയത്ത് ഈ അഭിഭാഷകരെ ഉൾപ്പെടെ കോടതിക്ക് പുറത്തേക്ക് മാറ്റുന്ന നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാത്രവുമല്ല, നമ്മൾ ചില കേസുകൾ, സാധാരണയായി ഈ ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഈ അതീവ രഹസ്യ സ്വഭാവത്തിൽ കോടതി ഈ വിഷയങ്ങൾ പരിഗണിക്കുന്നത്. കോടതി അത് രഹസ്യമായി വാദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് സമാനമായ നിലയിലേക്കുള്ള ഒരു നടപടി, ഒരു അസാധാരണ നടപടി എന്ന് തന്നെ പറയാം, കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുന്നു. അത് ഈ സ്വർണ്ണപ്പാളി കളവ് പോയതുമായി ബന്ധപ്പെട്ട, സ്വർണ്ണപ്പാളിയിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കേൾക്കണം. അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിക്കുന്നു. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർകക്ഷികളാക്കി കോടതി സ്വമേധയാ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൽ അന്വേഷണം തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടപടികളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാ 10 ദിവസത്തിലും കേസിന്റെ പുരോഗതി കോടതി അറിയിക്കണമെന്ന് നേരത്തെ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. അത് പ്രകാരമുള്ള സിറ്റിംഗ് ഇന്ന് നടക്കുമ്പോഴാണ് ഈ ഗൗരവത്തോടുള്ള കോടതിയുടെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. എല്ലാം കോടതി രഹസ്യമാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അതൊരു അസാധാരണമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കേസായി ഈ സ്വർണ്ണ കവർച്ച കേസ് മാറുകയാണ്. അപ്പോൾ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു, മാധ്യമ വാർത്തകൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇതിന്റെ തുടർ നടപടികൾ കേസിനെ ബാധിക്കാതിരിക്കുന്ന തരത്തിൽ രഹസ്യമാക്കി കോടതി മാറ്റിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഓൺലൈൻ വഴിയുള്ള ശബ്ദ സംപ്രേഷണം കോടതി ഓഫാക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരോട് പുറത്തു നിൽക്കാൻ കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് S ശശിധരൻ, അത് ഈ SIT SP ആണ്, അദ്ദേഹത്തിൽ നിന്നും ഒപ്പം തന്നെ സുനിൽകുമാറിൽ നിന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി വാങ്ങുന്നു. അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷം
ദേവസ്വം സർക്കാർ അഭിഭാഷകരെ കൂടി കോടതിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷമാണ് കോടതി ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ ഇടക്കാല ഉത്തരവ് കോടതി പറയുമ്പോൾ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി പിന്നീടായിരിക്കും അത് സംബന്ധിച്ചുള്ള ഉത്തരവിലെ വിശദാംശങ്ങൾ പുറത്തു വരിക. തുടർന്നും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കേസിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കോടതി ആവർത്തിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടുൾപ്പെടെ ഓർമ്മിപ്പിക്കുന്നത് കാണാമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതിയെടുത്ത കേസിന് പുറമെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കിയിരിക്കുന്നത് അവർക്കുൾപ്പെടെ ഈ പ്രതിഭാഗത്തുള്ള ഇവരിലേക്ക് കൂടി ഈ കേസിന്റെ വിവരങ്ങൾ എത്താതിരിക്കുക എന്ന ഒരു ജാഗ്രത കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള വ്യക്തികൾക്ക് ലഭിക്കാനുള്ള വഴി അടച്ചുകൊണ്ട് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇനി ആ കേസിന്റെ അന്വേഷണം എന്ന നിലയിലായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോവുക. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വിവരങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ, ഒപ്പം ചെന്നൈയിലും ബംഗളൂരുവിലും അടക്കം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ്, അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് ഇത് കോടതിക്ക് നൽകിയിട്ടുള്ളത്. അന്വേഷണ സംഘവും നിലവിൽ അനുവദിച്ച 6 ആഴ്ചയ്ക്ക് പുറമെ ഒരു അന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട് കോടതിയോട്. 6 ആഴ്ച സമയത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നതായിരുന്നു നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ SIT ഈ കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് 2 ആഴ്ചത്തെ സമയം കൂടി SIT കൂടുതലായി ആവശ്യപ്പെടുക കൂടി ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഹാജരാക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് തന്നെ കുടുക്കിയവരെ വെളിച്ചത്തു കൊണ്ടുവരും എന്ന ഒരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കുടുക്കിയവരെ കുടുക്കും, അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരും എന്ന് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആളുകളുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഗൂഢാലോചനയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെ കൂടി ഈ കേസിന്റെ ഭാഗമായുള്ളവരെ കൂടി കണ്ടെത്തുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു, വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി ഒഴിവാക്കുമ്പോൾ അവരും ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻവോൾവ്മെന്റും സംശയനിഴലിലാണ് എന്ന് വരുന്നു. അങ്ങനെ ഇതുവരെ എന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് SIT ശേഖരിച്ചോ ആ വിവരങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കോടതി അത് അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനും അത് കേസിനെ ബാധിക്കാതിരിക്കാനും ഉള്ള ജാഗ്രത കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം മോഷണം പോയ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസമായി ഇത് വലിയ ചർച്ചയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി ആണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. കോടതി നടപടികളിലൂടെയാണ്. കോടതി കൂടുതൽ ജാഗ്രതയോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും അത് വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കേരയിൽ വരും കേട്ടോ, കേരളം ഒരിക്കലും മറക്കില്ല ആ പരാമർശം. കേരളയുമായി ബന്ധപ്പെട്ട് കേരളയുടെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഉള്ള ചർച്ചകളും വിവാദങ്ങളും അതിനെതിരായ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്.
LDF സർക്കാർ അവരുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് സിൽവർ ലൈൻ പദ്ധതി ആവിഷ്കരിക്കുന്നത്, നടപ്പാക്കും എന്ന പ്രഖ്യാപനം പ്രകടന പത്രികയിൽ ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ അതിനുശേഷം ഈ പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ആളുകൾ അതിനെതിരെ രംഗത്ത് വരുന്നു. UDF ആ സമരം ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഒരു കാരണവശാലും ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് നടപ്പാക്കും എന്ന ഉറച്ച നിലപാട് സർക്കാർ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ പദ്ധതി വരുമോ ഇല്ലയോ, സർക്കാർ അത് ഉപേക്ഷിച്ചോ എന്നൊന്നും വ്യക്തതയില്ലാത്തൊരു ഘട്ടമായിരുന്നു. അവിടെയാണ് 2 ദിവസമായി CPM സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നു. അത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. മറ്റൊരു രൂപമാറ്റത്തോടുകൂടി ഈ കേരയിൽ വരും, പുതിയ മാർഗത്തിൽ ലേക്ക് മാറേണ്ടി വരും എന്ന ഒരു സൂചനയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. വളരെ വ്യക്തമായ പരാമർശങ്ങൾ അല്ല അദ്ദേഹം നടത്തുന്നത്. ഒരു മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന സൂചനയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് നടപ്പാക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി ആയിരുന്നില്ല. പക്ഷേ ഒരു പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരുന്നു. അത് കേന്ദ്രം ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു പുതിയ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടി വരുന്നത് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ അത് എങ്ങനെ, എന്ത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകുന്നുമില്ല. അപ്പോൾ MV ഗോവിന്ദന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞില്ല. തീരുമാനം വരുമ്പോൾ അത് പറയാം. ഉണ്ടോ? അതൊന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതെ. ശരി പറയുന്ന പറയാനില്ല. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് എന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒരു മാറ്റം കൊണ്ടുവരും, അങ്ങനെ ആ മാറ്റത്തിലൂടെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം നടത്തും. അത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല, കേന്ദ്രം അനുമതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ ആ മാറ്റം അനിവാര്യമായി വരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലാണ് MV ഗോവിന്ദൻ വീണ്ടും കേരളയിലും സിൽവർ ലൈൻ പദ്ധതിയും ചർച്ചയാക്കിയത്. അദ്ദേഹം അവിടെ പറഞ്ഞത് കേരളയിൽ പദ്ധതിക്ക് പകരം സർക്കാർ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ ആ പരാമർശം കൂടി കേൾക്കാം. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു, എവിടെ നിന്ന് നിങ്ങൾക്ക് പണം? അന്ന് സഖാവ് പിണറായി പറഞ്ഞു, പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പുതിയ സമീപനത്തിലേക്ക് പോകേണ്ടി വരും എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. നേരത്തെ തന്നെ സിൽവർ ലൈൻ എന്നത് അടുത്ത കേരളത്തിന്റെ 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് എന്നതാണ് CPM വിശദീകരിച്ചിരിക്കുന്നത്. അക്കാര്യം തന്നെ MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. പക്ഷേ അതിന് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. 530 കിലോമീറ്ററാണ് അതിൻ്റെ നീളം വിഭാവനം ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ഉറപ്പുവരുത്താനായിരുന്നു പദ്ധതി. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കേരളയിൽ അതിൻ്റെ സിൽവർ ലൈൻ പദ്ധതി അത്യന്താപേക്ഷിതം എന്നതാണ് സർക്കാർ പറയുന്ന ന്യായം. അതുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി, കേരളത്തിനെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ എത്താൻ വെറും 4 മണിക്കൂറിലേക്ക് സമയം ചുരുക്കാൻ കഴിയുന്ന, ഇപ്പോൾ 11ഉം 12ഉം മണിക്കൂറുകളൊക്കെ എടുത്ത് 12ഓ 14ഓ മണിക്കൂറുകളൊക്കെ എടുത്ത് നടത്തുന്ന യാത്ര 4 മണിക്കൂറിനകം എത്താൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റുന്ന, അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഒരുപോലെ പങ്കാളിത്തമുള്ള കേരയിൽ കോർപ്പറേഷനാണ് സിൽവർ ലൈൻ്റെ നിർമ്മാണ ചുമതല എന്നതായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ 12,872 വാഹനങ്ങൾ ആദ്യ വർഷം തന്നെ ഈ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതുമൂലമുണ്ടാകുന്ന ഇന്ധനം നഷ്ടം അതൊക്കെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങളായി സർക്കാർ അവതരിപ്പിച്ചിരുന്നതാണ്.
പക്ഷേ ഈ പദ്ധതി സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നിരവധി ആശങ്കകളും പ്രതിഷേധങ്ങളും എതിർപ്പുകളുമാണ് അതിനെതിരെ ഉയർന്നത്. പാത കേരളത്തെ രണ്ടായി വിഭജിക്കും എന്ന ആശങ്ക, ഒപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകും, നമ്മളുടെ പരിസ്ഥിതിക്ക് ചേർന്നതല്ല തുടങ്ങിയ വാദങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ എതിർപ്പായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരെ വഴിവെച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ എതിർപ്പ് നേരിടുമ്പോഴാണ് സർക്കാരിന് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പതർച്ചകൾ സംഭവിക്കുന്നത്. കാരണം ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുവരണം. പക്ഷേ അങ്ങനെയുള്ള ശ്രമങ്ങളല്ല ഉണ്ടായത് എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. ഈ നിർമ്മാണത്തിനുള്ള പ്രകൃതി വിഭവങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും തുടങ്ങി നിരവധി ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് പെരുപ്പിച്ചു കാട്ടുന്നതാണ്. ഇതെങ്ങനെ ഫീസിബിൾ ആകും ഈ പദ്ധതി? 80,000 യാത്രക്കാർ ഓളം പ്രതിദിനം എന്ന DPRലെ കണ്ടെത്തലൊക്കെ വലിയ തരത്തിൽ ഒരു തരത്തിലും നടക്കാത്തതാണ്, അതൊക്കെ പൊലിപ്പിച്ചു കാട്ടലാണ് തുടങ്ങിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിൽ കേന്ദ്ര നിലപാടും അനുകൂലമല്ല എന്ന ഒരു സാഹചര്യം പിന്നീട് രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈനിനെ DPR കേരളയിൽ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ബ്രോഡ് ഗേജിലേക്ക് മാറണം എന്നതായിരുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ നിർദ്ദേശം. അതിനെ വന്ദേ ഭാരതുമായി ഒക്കെ ബന്ധപ്പെടുത്തണം എന്ന തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരികയും അങ്ങനെ അനുമതി ലഭിക്കാതെ കേരളയിൽ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇതിനൊരു ബദൽ പദ്ധതി എന്ന നിലയിൽ E. ശ്രീധരൻ ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വേഗം കൂട്ടാൻ നിലവിലെ റെയിൽ പാത വികസിപ്പിച്ചാൽ പോരെ എന്ന ഒരു ബദൽ നിർദ്ദേശം വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും ഉണ്ടാകുക കൂടി ചെയ്ത ഒരു സാഹചര്യത്തിൽ E. ശ്രീധരൻ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നു. കേരള സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിന് അത് അംഗീകരിക്കുന്നു. സർക്കാർ അതിനോട് അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്ന നില വരുന്നു. E. ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിനെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് E. ശ്രീധരൻ തന്നെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. കേരളയിനേക്കാൾ, അതായത് സിൽവർ ലൈനിനേക്കാൾ വലിയ ഉപകാരപ്രദമായ ഒന്നാണ് താൻ സമർപ്പിച്ച പ്രൊപ്പോസൽ എന്നതാണ് E. ശ്രീധരനൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യർ അതിനെതിരെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടിയുള്ള കൂട്ടുകച്ചവടമാണ് തുടങ്ങിയ സമരസമിതിയുടെ വാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയരുകയും അംബാനിക്കും അദാനിക്കും ഒക്കെ വേണ്ടി ആണ് ഈ തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും അതിന് പിണറായി വിജയൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ സമരസമിതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും E. ശ്രീധരന്റെ ആ പ്രൊപ്പോസൽ ആണോ സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല. E. ശ്രീധരൻ വിഭാവനം ചെയ്ത പ്രൊപ്പോസലിൽ അതിൽ പറയുന്നത് അണ്ടർഗ്രൗണ്ടായും ഒപ്പം എലിവേറ്റഡായും ഒക്കെയുള്ള പാതയാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഈ കേരളത്തെ രണ്ടായി വിഭജിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ആശങ്കകൾ കുറയ്ക്കാൻ കഴിയും എന്നതൊക്കെയായിരുന്നു E. ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന പരാമർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊപ്പോസൽ ആ വിധത്തിലുള്ളതായിരുന്നു. എന്തായാലും MP ഗോവിന്ദൻ ഈ 2 ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള കേരളയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും സജീവമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നോ എന്നതിന്റെ സൂചനകളാണ്. അദ്ദേഹം എങ്ങനെ ഇത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടില്ല. പകരം മാറ്റങ്ങളോടുകൂടി ഇത് പദ്ധതി നടപ്പാക്കും എന്ന സൂചനകൾ മാത്രമാണ് MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണമെന്നത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. വികസനം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യവുമാണ്. പക്ഷേ അത് ജനങ്ങളെ മുഖവിലക്കെടുത്തും അവരെ വിശ്വാസത്തിലെടുത്തും അവരെ ഒപ്പം നിർത്തിയും വേണം. ഒപ്പം നമ്മുടെ പരിസ്ഥിതിക്ക് യോജിക്കുന്നതുമായിരിക്കണം അത്തരം വികസനങ്ങൾ എന്നതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണോ സർക്കാർ ഈ പുതിയ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. E. ശ്രീധരൻ വിഭാവനം ചെയ്തതാണോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് കൂടി വഴങ്ങിക്കൊണ്ട് ഉള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത് സാധ്യമാക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള മാർഗം സർക്കാർ തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്
കേന്ദ്രത്തിന്റെ അനുമതി എന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അനുമതിയോടുകൂടി ആ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും അതിന്റെ ചർച്ചകൾ CPM സംസ്ഥാന സെക്രട്ടറി തുടർന്നിടുകയാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരുപക്ഷേ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ അത് പുറത്തേക്ക് വരും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും എന്താണ് സർക്കാർ പുതുതായി സിൽവർ ലൈനിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വികസനം അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതും എല്ലാവർക്കും ഉപകരിക്കുന്നതുമായ പുതിയ വികസന പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയട്ടെ എന്നതായി നമുക്ക് ആഗ്രഹിക്കാം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദത്തിലാണ്. വലിയ കോലാഹലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിലാണ് NK പ്രേമചന്ദ്രൻ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നത്. അത് ബിന്ദു അമ്മിണിയെയും റഹ്ന ഫാത്തിമയെയും പൊറോട്ടയും ബീഫും നൽകിക്കൊണ്ട് പോലീസ് വാഹനത്തിൽ പമ്പയിൽ എത്തിച്ചു എന്നതാണ്. അങ്ങനെ സ്ത്രീ പ്രവേശനത്തിന് പിണറായി വിജയൻ സർക്കാർ കൂട്ടുനിന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയത്. അതിനുശേഷം അതേ പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നതായിരുന്നു NK പ്രേമചന്ദ്രൻ ഉയർത്തിയ ആ വിമർശനം, ആ വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഉയർത്തിയ വിമർശനം. ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നു. NK പ്രേമചന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. എന്താണ് ഇങ്ങനെ പറഞ്ഞതിലൂടെ പ്രേമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് തെളിവെന്താണ് തുടങ്ങിയ പല വിധത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. അതിനുശേഷം NK പ്രേമചന്ദ്രൻ ഇതിന് വിശദീകരണവുമായി വരുമ്പോഴും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനെതിരെ ഈ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് പ്രേമചന്ദ്രൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. എന്തായാലും വിശ്വാസ സംരക്ഷണ ജാഥയിൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കും. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. ഇതാണ് വിശ്വാസ സംരക്ഷണ ജാഥയിൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. ഈ വിധി വന്ന് 10 മണിക്കൂറിനുള്ളിലാണ് പോലീസിനെ വിളിച്ച് ഈ നിർദ്ദേശം നൽകുന്നതെന്നും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു എന്നും അതിനുശേഷം പോലീസ് വാഹനത്തിൽ പമ്പയിൽ എത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് NK പ്രേമചന്ദ്രൻ നടത്തിയത്. ഇതിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. മന്ത്രി V ശിവൻകുട്ടി പോലും നല്ലൊരു പേരാണ്, ചിലർക്കിടുമ്പോൾ അതൊരു വിഷലിപ്തമായി മാറുന്നു എന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പല കോണിൽ നിന്നും NK പ്രേമചന്ദ്രൻ വിഷചന്ദ്രനായി മാറുന്നു. അപ്പോൾ അങ്ങനെ പല കോണിൽ നിന്നും NK പ്രേമചന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആണ് NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. താൻ പറഞ്ഞത് ചർച്ചയായതിൽ സന്തോഷമുണ്ട്. വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയായതിൽ സന്തോഷമുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് നേരെ മാത്രമാണ് ഈ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്, അതിലും പ്രശ്നമൊന്നുമില്ല, അത് നടന്നോട്ടെ എന്നതാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. അതിനുശേഷവും ഈ പോലീസുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നതെന്നും 2018 ബിന്ദു അമ്മിണിയെയും റഹ്ന ഫാത്തിമയെയും
പൊറോട്ടയും ബീഫും കൊടുത്തു തന്നെയാണ് കൊണ്ടുവന്നതെന്നും അവരെ പോലീസാണ് അവിടെ എത്തിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്നിട്ട് NK പ്രേമചന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് താൻ മാത്രം പറഞ്ഞതല്ല, താൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ നേരത്തെ ഷിബു ബേബി ജോണും VD സതീശനും പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ തനിക്കെതിരെ മാത്രമാണ് ഈ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത്, താൻ പറയുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്, തന്നെ സംഖ്യയാക്കാൻ ശ്രമം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ബിന്ദു അമ്മിണിയും രംഗത്ത് വന്നു. ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് പൊറോട്ടയും ബീഫുമല്ല കപ്പയും ബീഫുമാണ് ഇഷ്ടം എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം മാധ്യമങ്ങൾ ബിന്ദു അമ്മിണിയുടെ പ്രതികരണം തേടുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് NK പ്രേമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു കാര്യമാണ് ബിന്ദു അമ്മിണി ചൂണ്ടിക്കാട്ടുന്നത്. ബിന്ദു അമ്മിണിയും കനകലതയുമാണ് ഈ ആദ്യം അവരൊരുമിച്ചാണ് ശബരിമലയിൽ എത്തുന്നത്. അവിടെ രഹന ഫാത്തിമയെയും ബീഫും ഒക്കെ കൊണ്ടുവന്നത് വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ടാണ് എന്നൊരു ആരോപണമാണ് ബിന്ദു അമ്മിണി ഉയർത്തുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രേമചന്ദ്രന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത് എന്ന ഒരു ചോദ്യം കൂടി ബിന്ദു അമ്മിണി ചോദിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു മണ്ടത്തരമാണ്, അയാൾ പറയുന്ന ഒരു മണ്ടനാണ് എന്ന തരത്തിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അതിൽ പിന്നീടാണ് എനിക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെ ബോധപൂർവമായി സമൂഹത്തിൽ ഒരു കലാപം അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല. ഈ ഭരണഘടനയോട് പുലർത്തേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അത് വളരെ ഗൗരവതരമായിട്ട് ഇതിനെ കാണുകയും അയാൾ തെറ്റുതിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇതൊരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദു അമ്മിണി, രഹന ഫാത്തിമ, ഒപ്പം കനക ലത ഇവരെല്ലാം ശബരിമലയിൽ പോകാനുള്ള ശ്രമം നടത്തുന്നത്. അതിൽ ബിന്ദു അമ്മിണിയും കനകലതയും സന്നിധാനത്തെത്തുന്നതും. പക്ഷേ ഒരു MP ആയ NK പ്രേമചന്ദ്രൻ വളരെ ഗൗരവതരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. പൊറോട്ടയും ബീഫും നൽകി അവരെ ആ ക്ഷേത്രത്തിൽ എത്തിക്കുകയായിരുന്നു, പോലീസ് അകമ്പടിയിൽ പോലീസ് വാഹനത്തിലാണ് ഇവരെ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ ആരോപണമായി ഉന്നയിക്കുമ്പോൾ എന്താണ് തെളിവ് എന്ന ഒരു കാര്യമാണ് ബിന്ദു അമ്മിണി ചോദിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഈ യാത്രയിൽ പറയുമ്പോൾ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പൊറോട്ടയും ബീഫും നൽകി എന്ന് പറയുന്നു. പിന്നീട് അത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കോട്ടയത്തെ പോലീസ് ക്ലബ്ബ് എന്ന് മാറുന്നു എന്ന് പറയുന്നു. നേരത്തെ ഇവരെല്ലാം ഉന്നയിച്ച കാര്യം മാത്രമാണ് താൻ പറഞ്ഞതെന്ന് പറയുന്നു. പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. അതിനപ്പുറം എന്തെങ്കിലും തെളിവുണ്ടോ എന്ന കാര്യം ഇല്ല. പക്ഷേ പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ MP കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ NK പ്രേമചന്ദ്രനെതിരെ വ്യാപകമായ വിമർശനം ഉയരുമ്പോൾ സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്ത് നിന്നും മാത്രമാണ് NK പ്രേമചന്ദ്രനെ അനുകൂലിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണണം. K സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രനെ ഈ രീതിയിൽ വേട്ടയാടേണ്ടുന്ന കാര്യമില്ല എന്ന ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നു. അവിശ്വാസികളായ സ്ത്രീകളെ സർക്കാർ സ്പോൺസർ ചെയ്ത് മലകയറ്റി എന്നുള്ള കാര്യം K സുരേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊറോട്ടയും ബീഫും നൽകിയാണോ പ്രവേശിപ്പിച്ചതെന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ് K സുരേന്ദ്രൻ വരെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് NK പ്രേമചന്ദ്രൻ MPയെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. 2018 ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ CPM തീരുമാനിച്ചപ്പോൾ ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ല എന്നും K സുരേന്ദ്രൻ പറയുന്നു. എന്തായാലും ആ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിൽ നിന്നും
എൻ കെ പ്രേമചന്ദ്രന് പിന്തുണ നൽകുകയാണ് കെ സുരേന്ദ്രൻ. എൻ കെ പ്രേമചന്ദ്രനെ ഈ രീതിയിൽ ആക്രമിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് തെളിവാണ് ഒരു എം പി ആയ എൻ കെ പ്രേമചന്ദ്രന് ഇങ്ങനെ ഉന്നയിക്കാൻ ഉള്ളത് എന്നതാണ് ഇതിലുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കേണ്ടത് എന്നതാണ്. മാത്രവുമല്ല, ഈ ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും എന്ന് പറയുന്നതിലൂടെ ഒരു ബോധപൂർവം ഒരു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിനോ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമോ എൻ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്ന ഒരു ചോദ്യം പല കോണിൽ നിന്നും ഉയരുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത കൂടി എം പി ആയ എൻ കെ പ്രേമചന്ദ്രനുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ പോലീസ് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കേട്ടറിഞ്ഞ അറിവ് എന്ന നിലയിൽ ഇത്തരം ഒരു കാര്യം പറയുകയും അതിനെതിരെ വ്യാപകമായ വിമർശനം ഉണ്ടാകുമ്പോൾ വന്ന് അതിനെ വീണ്ടും ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ തെളിവ് എവിടെ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത് പ്രേമചന്ദ്രനെ പോലെ ഒരു എം പിക്ക് ഭൂഷണമാണോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടത് കൂടിയാണ്. എന്തായാലും വലിയ വിവാദമായി ഇത് കത്തിപ്പടരുന്നു. എൻ കെ പ്രേമചന്ദ്രനെതിരെയുള്ള സൈബർ ആക്രമണവും അതിശക്തമായി തുടരുന്നുണ്ട്. സൈബർ ആക്രമണത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുകയല്ല, പക്ഷേ വലിയ വിമർശനവും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. ഗാസയിൽ വെടിനിർത്തൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ, വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നു, അത് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ഈ സമാധാനം ഇനിയും നീളുമോ അതോ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക വളരെ വലുതായി അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം മാത്രം 50-ലേറെ മരണമാണ് ഗസയിൽ സംഭവിച്ചത്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 100 കവിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച രക്തരൂക്ഷിതമായ ഒരു ദിവസമായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾ നടന്ന ദിവസങ്ങളിലേതുപോലെ മനുഷ്യർ മരിച്ചു വീണ ദിവസമായിരുന്നു ഗസയിൽ. ഏതായാലും അതിന് പിന്നാലെ ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്, തങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു സമാധാനവും പ്രതീക്ഷയും ഒക്കെ അവിടെ പുലരുകയാണ്. പക്ഷേ അതിൻ്റെ ആയുസ് എത്ര എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഗസയെ സംബന്ധിച്ച് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലെത്തിയിരുന്നു. നെതന്യാഹുമായും മറ്റും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അവിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉയർന്ന സമയത്താണ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലെത്തുകയും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തത്. ട്രംപിന്റെ സ്പെഷ്യൽ അഡ്വൈസറും മരുമകനുമായ ജറാഡ് കുഷ്ണർ ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലുണ്ട്. എന്തായാലും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ ഈ കരാർ അട്ടിമറിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം ബന്ദികളുടെ കൈമാറ്റം പൂർണ്ണമായിട്ടില്ല എന്നതാണ്. ബന്ദികളുടെ കൈമാറ്റം ഇനിയും നടക്കാനുണ്ട്. അത് വീഴ്ച വരുത്തുന്നു ഹമാസ്. അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്നതാണ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 16 പേരുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകാനുള്ളത്. നേരത്തെ 20 പേരെ ജീവനോടെ വിട്ടു നൽകിയിരുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ടാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറിയത്. അതിൽ ഒരാൾ ബന്ദിയല്ല എന്ന കാര്യം ഇസ്രയേൽ പറയുന്നു. അപ്പോൾ 16 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഹമാസ് ഇത് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് ഇസ്രയേലിന്റെ ആരോപണമെങ്കിൽ ഹമാസ് പറയുന്നത് ഇത് പല ടണലുകൾക്കുള്ളിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന മൃതദേഹങ്ങളാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ പലതും തകർന്നു പോയിരിക്കുന്നു, അവശിഷ്ടങ്ങൾക്കടിയിലായി പോയിരിക്കുന്നു. വലിയ യന്ത്രസഹായത്തോടു കൂടി അവശിഷ്ടങ്ങൾ മാറ്റിനോക്കിയാൽ മാത്രമേ മൃതദേഹങ്ങൾ കണ്ടെത്താനാകൂ. അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നതാണ് ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇനിയിപ്പോൾ തുർക്കിയുടെ
ഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ തേടാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. തുർക്കിയിൽ നിന്ന് യന്ത്രങ്ങൾ എത്തിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുക എന്ന ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ബന്ദികളെ കൈമാറുന്നത് വൈകുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് തടയിടാൻ കഴിയും. കാരണം വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ ആരംഭിക്കുകയാണ് എങ്കിൽ ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് അവിടെ നിന്നും വരുന്ന വിവരം. മറ്റൊന്ന്, ഈ ഗസയിൽ യെല്ലോ ലൈനിലേക്കാണ് ഇസ്രയേൽ സേന മാറിയിരിക്കുന്നത്. പലപ്പോഴും ഈ യെല്ലോ ലൈൻ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അത് ആക്രമണത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. കരാർ പ്രകാരമുള്ള ഇടത്തേക്ക് വരുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നവരെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ പലർക്കും എവിടെയാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന യെല്ലോ ലൈൻ എന്നത് അറിവില്ലാതെയും മറ്റുമൊക്കെ അബദ്ധത്തിൽ ഈ ലൈൻ കടക്കുന്നതാണ് എന്നതാണ് അറിയുന്നത്. അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇസ്രയേൽ സേന അവർ പറഞ്ഞിട്ടുള്ള യെല്ലോ ലൈൻ മാർക്ക് ചെയ്ത് ആ നിലയിലേക്ക് കൂടി പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം ഹമാസിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കരാർ ലംഘനത്തിന് നീക്കം നടത്തിയാൽ ഹമാസിനെ തുടച്ചു നീക്കും, ഇല്ലായ്മ ചെയ്യും എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത്. നേരത്തെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപ് ഈ ഹമാസ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാക്കാൻ ഹമാസിനുള്ള പ്രതിജ്ഞാബദ്ധത തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ഇസ്രയേലിനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ ബന്ദി കൈമാറ്റം വൈകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസിന് മുന്നറിയിപ്പുമായി ട്രംപ് കൂടി രംഗത്ത് വരുന്നത്. അത് ഈ കരാർ പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഹമാസ് വരുത്തുകയാണെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യും എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ആയുധമെടുക്കാനോ മറ്റോ ശ്രമിക്കുകയാണെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നതാണ് ഭീഷണി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തുർക്കിയിൽ നിന്ന് വിദഗ്ധരെ എത്തിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കൂടി വരുമ്പോൾ ഹമാസിന് ഇനി ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ബന്ദി കൈമാറ്റം വൈകിക്കാൻ കഴിയില്ല എന്നതാണ് അമേരിക്ക കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മൃതദേഹ കൈമാറ്റത്തിന് കൂടുതൽ സഹായവും യന്ത്ര സാമഗ്രികളും എത്തിച്ചുകൊണ്ട് അതിനുള്ള നീക്കമാണ് ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു പല ഘട്ടത്തിലെങ്കിലും. അത് തുടർന്നു കൊണ്ടുപോകാൻ, ഗസയിലെ സമാധാനം തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിന്റെ ഇടപെടൽ, ഒപ്പം ട്രംപിന്റെ അഡ്വൈസർ ഉൾപ്പെടെയുള്ളവർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലെത്തി ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ ആണ് അവിടെ പുരോഗമിക്കുന്നത്. ഇനി ട്രംപ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നതും തുടരെ ആക്രമണം ഉണ്ടാകുന്നതും ഒക്കെ ആശങ്കയായി തുടരുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും. ഒരിടത്ത് നയതന്ത്ര ഇടപെടൽ നടത്തിക്കൊണ്ട് മറ്റൊരു തരത്തിൽ ട്രംപ് ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതും ഈ കരാർ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ്. അതേസമയം തന്നെ ഹമാസ് ഈജിപ്തുമായും തുർക്കിയുമായും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഈ കരാർ ലംഘനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നാണ് തുടരെ ഉണ്ടാകുന്നത് എന്ന കാര്യം ഹമാസ് അറബ് രാഷ്ട്രങ്ങളെ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും അറബ് രാഷ്ട്രങ്ങളുടെ കൂടി മുൻകൈയിലാണ് ഇനിയുള്ള
നടപടികൾ, രണ്ടാം ഘട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കേണ്ടത്, ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ അധികാരം കൈമാറൽ തുടങ്ങിയ വളരെ തന്ത്രപ്രധാനമായ ഹമാസ് അംഗീകരിക്കാത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ കൂടുതലായി നടക്കേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. 70% ഈ H1B വിസ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ആ സാഹചര്യത്തിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ H1B വിസ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്, ആർക്കൊക്കെയാണ് ഇത് ഒഴിവാകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയായിരുന്നു ഇതുവരെ ഇല്ലാതിരുന്നത്. ആ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ USCIS ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെ ഫീസ് ബാധകം എന്നത് നോക്കിയാൽ അത് പുതുതായി അമേരിക്കയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരെയാണ്, പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവരെയാണ് ഇത് ബാധിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ വ്യക്തത വരുത്തുന്നു. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ഈ ഫീസ് ബാധകമാവുക. അതായത് 2025 സെപ്റ്റംബർ 21 ഈ ഉത്തരവ് വന്നതിന് ശേഷമുള്ള പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് H1B വിസയുടെ പുതിയ നിരക്കിലുള്ള ഫീസ് അടയ്ക്കേണ്ടി വരിക. $1,00,000 നൽകിയാൽ മാത്രമേ അവർക്ക് H1B വിസ ലഭിക്കുകയുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് ഇതിൽ ഇളവ് ലഭിക്കുക എന്ന് നോക്കിയാൽ US-നുള്ളിലെ മാറ്റങ്ങൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ ഫീസ് നൽകേണ്ടി വരില്ല. അതായത് US-ൽ F1 വിസയുള്ള ആളുകൾ H1B വിസയിലേക്ക് മാറാനുള്ള ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ അവർക്ക് ഈ ഫീസ് ബാധകമല്ല. മാത്രവുമല്ല, ഈ വിസ കാലാവധി നീട്ടുന്നതിനോ പുതുക്കുന്നതിനോ ഈ പണം അടയ്ക്കേണ്ടി വരില്ല. ഈ ഉയർന്ന ഫീസ് $1,00,000 എന്ന ഉയർന്ന ഫീസ് ഇത് പുതുക്കുന്നതിന് ആവശ്യമില്ല. ഒപ്പം തന്നെ കാലാവധി നീട്ടുന്നതിനും ആവശ്യമില്ല. നമുക്കറിയാം, ഈ പ്രഖ്യാപനം വരുമ്പോൾ ആ സമയത്ത് അമേരിക്കയ്ക്ക് പുറത്തായിരുന്ന ഇതുപോലെയുള്ള H1B വിസ ഹോൾഡേഴ്സിനൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർ തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഫീസ് നൽകേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ പലരും യാത്ര റദ്ദാക്കുകയും വളരെ പെട്ടെന്ന് തിരിച്ചെത്താനൊക്കെയുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ വലിയ പരിഭ്രാന്തി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അവസാനം വരുന്നത്. അതിനൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. നിലവിലെ H1B വിസ ഉടമകൾ സാധുവായ H1B വിസ ഉള്ളവർക്ക് അവരുടെ അപേക്ഷാ ഫീസ് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഫയൽ ചെയ്തതാണെങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യാനും തിരികെ പ്രവേശിക്കാനും ഒന്നും ഫീസ് ബാധകമാകില്ല എന്ന് വരുന്നു. അത് വലിയ ആശ്വാസകരമാണ്. ഈ H1B വിസ ഫീസ് ഉയർത്തിയ നടപടി പ്രഖ്യാപിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പുതിയ ജീവനക്കാരെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിനുള്ള ചെലവ് കുത്തനെ ഇത് ഉയർത്തും. അതിനാൽ അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയവർക്ക് രാജ്യത്ത് തുടരുന്നതിനും തൊഴിൽ നേടുന്നതിനും പുതിയ ഫീസ് ഈടാക്കുന്നതിലൂടെ കഴിയും എന്നതായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപിനെതിരെ തന്നെ വലിയ വ്യാപകമായ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നയം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ട്രംപ് ഓരോ തലത്തിലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് താരിഫിന്റെ കാര്യത്തിലായാലും H1B വിസയുടെ കാര്യത്തിലായാലും ഒക്കെ അത് തന്റെ നയങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപിന്റെ പല ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും അമേരിക്കയിൽ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിനെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ H1B വിസയുമായി ബന്ധപ്പെട്ട് അമേരിക്ക അയയുമ്പോഴും ഈ ഇളവുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുമ്പോഴും ട്രംപിനെ സംബന്ധിച്ച് നിയമ നടപടികൾ ഒഴിയുന്നില്ല. US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇതിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. H1B വിസ അപേക്ഷകളിൽ പുതിയ ഫീസ് ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധവും അമേരിക്കൻ കമ്പനികൾക്ക് ദോഷകരവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് ഈ നിയമ നടപടികളിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് നീങ്ങിയിട്ടുള്ളത്. ഫീസ് നിയമവിരുദ്ധമാണ്. ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ഇത് തളർത്തും. അപ്പോൾ പ്രസിഡന്റിന്റെ നിയമപരമായ അധികാരത്തിന് മുകളിലുള്ള ഇടപെടലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ട്രംപ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കേസ് ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് രണ്ടാമത്തെ കേസാണ്. ഇതിനു മുൻപും കേസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കോടതികളിൽ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മതസംഘടനകൾ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഈ ഒക്ടോബർ 3 ഈ വിവാദ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ നിയമ നടപടിക്ക് ശ്രമം തുടങ്ങിയത്. അപ്പോൾ നേരത്തെ പല തീരുമാനങ്ങളും ട്രംപ് സ്വീകരിച്ചിട്ടുള്ള ഈ തീരുവ യുദ്ധത്തിൽ പോലും ട്രംപിനെതിരെ കോടതികളിൽ
കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ നടപടികളുണ്ട്. പല കോടതികളിലും തിരിച്ചടി ഏൽക്കുമ്പോഴാണ് ട്രംപ് ഭരണകൂടം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചില അയവുകൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും H-1B വിസയിൽ ഇപ്പോൾ വ്യക്തത വരുമ്പോൾ അത് നിലവിൽ വിസകളുള്ളവരെ ബാധിക്കില്ല എന്ന് വരുന്നു. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയിലാണ്. കോടതിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ഇപ്പോൾ സായനയാത്രയിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തുളുനാടിന്റെ ഭക്ഷണ പെരുമയിലേക്കാണ്. ദേശീയപാതയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കേരള കർണാടക അതിർത്തിയിൽ കേരളത്തിലെ അവസാനത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള കർണാടക അതിർത്തിയിലെ DTPCയുടെ വിശ്രമശാലയാണ്. അവിടെ മുറികളുണ്ട്, ഭക്ഷണമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമുണ്ട്. മാത്രവുമല്ല ഈ ഹാർബറിനടുത്തായതുകൊണ്ട് മത്സ്യവിഭവങ്ങളുടെ വൻ ശേഖരമാണ് അവിടെ ഉള്ളത്. അപ്പോൾ തുളുനാട്ടിലേക്കുള്ള ഈ യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുന്നത് KV ബൈജുവാണ്, ഞങ്ങളുടെ പ്രതിനിധി. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട് മടങ്ങിയെത്താം. ദേശീയപാതയിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള തലപ്പാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. രുചികരമായ ഭക്ഷണം തേടി ആളുകൾ പല ഭാഗങ്ങളിലും പോകാറുണ്ട്. ഇവിടെ ഭക്ഷണം മാത്രമല്ല, നല്ല അന്തരീക്ഷം. ഇത് DTPCയുടെ വഴിയോരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഏറ്റവും പ്രധാനം, മൂകാംബിക തീർത്ഥാടകർക്കൊക്കെ ഇവിടെ വന്ന് വിശ്രമിക്കാൻ മുറികളുണ്ട്. ഒപ്പം ഭക്ഷണങ്ങൾ, ഒരു രുചികരമായ ഭക്ഷണമുണ്ട്. മാത്രമല്ല ഇവിടെ പാർക്ക് ചെയ്യാനും കുട്ടികൾ കളിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. എന്തായാലും ഈ ഹോട്ടലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ദേശീയപാതയോരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആ ഹോട്ടലിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇതാണ് DTPCയുടെ വഴിയോരം റെസ്റ്റോറൻറ്റ്. നമുക്ക് കാണാം മുറികൾ, വിശ്രമിക്കാനുള്ള മുറികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എത്രത്തോളം സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നൊക്കെ കാണാം. ഇവിടെ 10 പേർക്ക് ഒരേ സമയം വിശ്രമിക്കാം. ഈ യാത്രയൊക്കെ പോകുന്നവർക്ക് ഇവിടെ അല്പനേരം വിശ്രമിച്ച് ഇത്തരത്തിൽ പോകാം എന്നുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേകത. എന്നാലും ഇത് DTPCയുടെ കീഴിൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ കാണാം. എന്നാലും ഇതാണ് ഇതിൻ്റെ അടുക്കള. അതായത് ഈ അടുക്കളക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പൺ കിച്ചണാണ്. നമുക്ക് കൃത്യമായി ഇത്തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇവിടുന്ന് ഭക്ഷണം ഒക്കെ കഴിക്കാം. ഏറ്റവും കൂടുതൽ പ്രത്യേകത നല്ല മത്സ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ മംഗലാപുരം എത്തി. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് നിന്ന് നമുക്ക് നല്ല മത്സ്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇത് ഇവിടുത്തെ ഷെഫാണ്. അടുക്കളയൊക്കെ കൃത്യമായി കാണുന്ന രീതിയിലാണ്. ഇനി ഇതിൻ്റെ ഭക്ഷണത്തിന് ഹാള് കൂടി ഒന്ന് കാണാം. ഇത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്.
ഫിഷ് ഐറ്റംസ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഫിഷ് തവ ഫ്രൈ ആണ് ഇവിടുത്തെ തവ ഫ്രൈ മസാല ഈ ഏരിയയിൽ നന്നായിട്ട് ഓടുന്നുണ്ട്, നല്ല ഫേമസ് ആയി മാറിയിട്ടുണ്ട്. അതേപോലെ ഫിഷ് പൊള്ളിച്ചത്, പിന്നെ മീൽസ് ആണ് ഹൈലൈറ്റ്. ബിരിയാണിയും കൂടി കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. അവിടെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് പുട്ട്, കപ്പ, മീൻകറി അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ മെയിനായിട്ട്. സ്പെഷ്യലായി ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് തവ ഫ്രൈ തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്പെഷ്യൽ നമ്മൾ തന്നെ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു മസാലയാണ്, നമ്മുടെ ഷെഫ് ഉണ്ടാക്കിയ മസാലയാണ്. ഫിഷ് തവ ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ കൂടി കാണാം. ഇത് നല്ല അമൂറും അയിലയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇത് ഇത്തരത്തിൽ ഫ്രൈ ചെയ്യുന്നുള്ളത്. അതോടൊപ്പം ഇവിടെ ചീഫ് ഷെഫായ ഷാജി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ സ്പെഷ്യൽ ഐറ്റം? സ്പെഷ്യൽ ഐറ്റം നമ്മുടെ തവ ഫ്രൈ ഉണ്ട്, പിന്നെ ഫിഷ് മസാല, ഇത് കരിമീൻ പൊള്ളിച്ചത്, ആവോലി പൊള്ളിച്ചത്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഉച്ചക്ക് എന്തൊക്കെ വിഭവങ്ങളുണ്ടാവും? ഉച്ചക്ക് മീൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, മീൽസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തവ ഫ്രൈ, മെയിനായിട്ട് തവ ഫ്രൈ ആണ് കൊടുക്കുന്നത്. ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ്? തവ ഫ്രൈ ആണ്. എങ്ങനെ മീൻ ഇവിടുന്ന് ഫ്രഷ് മീൻ കിട്ടുന്ന സാധ്യതയാണ് എങ്ങനെയാണ്? അതെ, മംഗലാപുരത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. കാലത്ത് മോർണിംഗിൽ പോകും, അങ്ങനെ പോയിട്ട് വരും. അപ്പോൾ വഴിയോരത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഫിഷ് തവ മസാല അതിൻ്റെ സീക്രട്ട് അതേപോലെ തന്നെ അവർ നിലനിർത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മൂകാംബികയിലൊക്കെ യാത്ര ചെയ്യുന്ന ആ പാതയാണ്, ദേശീയപാതയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഹോട്ടലാണ്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഹോട്ടൽ തലപ്പാടി അതിർത്തിയിലാണ് ഇതുള്ളത്. ദേശീയപാത അവസാനിക്കുന്ന സ്ഥലത്താണുള്ളത്. എന്തായാലും ഇവിടെ എത്തി ഇവിടുത്തെ രുചി വിഭവങ്ങൾ അത് ഇവിടുന്ന് തന്നെ ആസ്വദിക്കുക. ഇവിടെ ഉല്ലസിക്കാൻ സ്ഥലങ്ങളുണ്ട്, അതോടൊപ്പം വിശ്രമിക്കാനും സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മറ്റൊരു രുചിക്കേട്ടുമായി വീണ്ടും കാണാം. നമസ്കാരം. അപ്പോൾ KV ബൈജു ആണ് നമുക്ക് വഴിയോരത്തെ കാഴ്ചകളൊക്കെ പരിചയപ്പെടുത്തിയത്. കർണാടക അതിർത്തിയിലൂടെ തലപ്പാടിയിലൊക്കെ പോകുന്നവർക്ക്, അങ്ങനെ യാത്ര പോകുന്നവർക്ക് വലിയ പ്രയോജനപ്പെടും എന്ന് കരുതുകയാണ്. എന്തായാലും ഇപ്പോൾ മഴക്കാലമാണ്, സൂക്ഷിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുക എന്നതാണ് ആവർത്തിച്ച് പറയാനുള്ളത്. എന്തായാലും വഴിയോരത്തെ കാഴ്ചകളോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.